അടിപൊളി മത്തി വറ്റിച്ചത് തയ്യാറായിട്ടുണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മത്തി പീര വറ്റിച്ചതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മത്തിയിലേക്ക് ചേർക്കാനുള്ള ചേരുവകൾ നമുക്ക് ചതച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. ചേരുവകൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടെ ചതച്ചെടുക്കാം. ഈ ചേരുവകളുടെ കൂടെ തേങ്ങ ചേർത്ത് അരയ്ക്കാത്തത് ഉള്ളി പച്ചമുളകും അരഞ്ഞു പോകുന്നുള്ളത് കൊണ്ടാണ് അരയ്ക്കാഞ്ഞത്. ഈ ഒരു പരുവത്തിൽ വേണം തേങ്ങ ചതച്ചെടുക്കാൻ. മത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം മത്തി അരിഞ്ഞെടുക്കാൻ പീര പറ്റിക്കാൻ. മത്തി ഇനി നമുക്ക് ചേരുവകൾ ചേർത്ത് പുരട്ടിയെടുക്കാം. തേങ്ങ ചതച്ചെടുത്തത്, ഇനി ഇതിൽ പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഒരു നുള്ളു ഉലുവപ്പൊടി, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് കൈ കൊണ്ടൊന്ന് പുരട്ടിയെടുക്കാം. കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. കുതിർത്തെടുത്ത കുടംപുളിയാണ്. ഈ വെള്ളവും പുളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് പുരട്ടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ തളിച്ച് അടുപ്പി വയ്ക്കുക. ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇത് പൊടിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. ഇതിൻ്റെ ഈർപ്പം എല്ലാം ഒന്ന് മാറി വരണം. അതിന് നമുക്ക് ചെറു തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. വറ്റിച്ചത് നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം.